എറണാകുളത്തെ ശിശുപരിചരണ കേന്ദ്രത്തിലെ പീഡന ആരോപണം വസ്തുതാവിരുദ്ധമെന്ന് എറണാകുളം ജില്ലാ ശിശുക്ഷേമ സമിതി. കാക്കനാട് ശിശുപരിചരണ കേന്ദ്രത്തിൽ വനിതാ ജീവനക്കാർ മാത്രമാണുള്ളത്. പുരുഷ ജീവനക്കാർ ആരുമില്ല. വാഹനമോ വാഹനത്തിനായി ഡ്രൈവറോ ഇല്ലെന്നും എറണാകുളം ജില്ലാ ശിശുക്ഷേമ സമിതി. വിവരങ്ങളുമായി തിയോഫിൻ ചേരുകയാണ്. തിയോഫിൻ, ഇന്ന് രാവിലെ മുതലാണ് ഇത്തരത്തിലൊരു വാർത്ത പ്രചരിച്ചു തുടങ്ങിയത്. 14-കാരിയായ പെൺകുട്ടിക്ക് അവിടെ പീഡന ആരോപണം എന്ന രീതിയിലായിരുന്നു വാർത്ത. 3 പേർ പീഡിപ്പിച്ചു, സെക്യൂരിറ്റി ജീവനക്കാർ അടക്കം അതിൽ ഉണ്ടായിരുന്നു തുടങ്ങിയ വിവരങ്ങളാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരുന്നത്. എന്താണ് ഇതിന്റെ നിജസ്ഥിതി? കൂടുതൽ വിശദാംശങ്ങൾ. സിന്ധുരി, രാവിലെ മുതൽ പ്രചരിപ്പിച്ച ഈ വാർത്തയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ശിശുക്ഷേമ സമിതി തന്നെ കൃത്യമായ വിവരങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അവരുടെ വിശദീകരണത്തിൽ പറയുന്നത് എറണാകുളം പരിചരണ കേന്ദ്രത്തിലെ പീഡന ആരോപണം എന്ന വന്ന വാർത്ത അത് വസ്തുതാവിരുദ്ധമാണ്. കാക്കനാടുള്ള പരിചരണ കേന്ദ്രത്തെക്കുറിച്ചാണ് ഇത്തരത്തിലൊരു വാർത്ത വന്നത്. അവിടെ പുരുഷന്മാർ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ പരിചരണ കേന്ദ്രത്തിൽ വനിതാ ജീവനക്കാർ മാത്രമാണ്. എല്ലാ ജീവനക്കാരും വനിതകളാണ്. തന്നെയുമല്ല, അവിടെ വാഹനമോ, ഈ ശിശു പരിചരണ കേന്ദ്രത്തിൻ്റെതായ ഒരു വാഹനമോ, ആ വാഹനമില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഒരു ഡ്രൈവറോ ഇല്ല. തന്നെയുമല്ല, ഇവിടെ ഉള്ളത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. ആ കുട്ടികളെ സ്കൂളിൽ കാരണം കുട്ടികളെല്ലാം പഠിക്കുന്ന കുട്ടികളാണ്. കുട്ടികളെ കൊണ്ടുപോകുന്നത് വനിതകൾ ഓടിക്കുന്ന ഓട്ടോറിക്ഷയിലാണ് കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത് എന്നാണ് ഈ വാർത്ത വന്നത്. ഒരു മാനസിക വൈകല്യമുള്ള പെൺകുട്ടി ഉൾപ്പെടെ 4 പേർക്ക് പീഡനം ഏൽക്കേണ്ടി വന്നു എന്ന രീതിയിലാണ് വാർത്തകൾ പ്രചരിപ്പിക്കപ്പെട്ടത്. ഇങ്ങനെ ആരോപണം ഉണ്ടായ തരത്തിൽ ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു സംഭവം കാക്കനാട് പരിചരണ കേന്ദ്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നും ശിശുക്ഷേമ സമിതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു കുട്ടിയെ പാലക്കാട് കുഴൽമന്ദം പോലീസ് കണ്ടെത്തി പാലക്കാടുള്ള സഖി വൺ സ്റ്റോപ്പ് സെന്ററിൽ എത്തിച്ചിരുന്നു. ഈ കുട്ടിയുടെ വയസ്സ് അന്ന് പോലീസിന് അറിയുമായിരുന്നില്ല, മറ്റു വിവരങ്ങളും അറിയാമായിരുന്നില്ല. ഈ കുട്ടിയെ പിന്നീട് ഈ സഖി വൺ സ്റ്റോപ്പ് സെന്ററിൽ നിന്നും കോതമംഗലത്തുള്ള സത്യസദനിൽ എത്തിച്ചിരുന്നു. അവിടെ അതായത് അവിടെ കുട്ടികളെ താമസിപ്പിക്കുമായിരുന്നു. പക്ഷെ അവിടെയുള്ള കുട്ടികളെ പൈനാവിലുള്ള അവരുടെ സ്ഥാപനത്തിലേക്ക് അയച്ചിട്ടുണ്ട്. അപ്പൊ പിന്നീട് ഈ കോതമംഗലം സത്യസദനിലേക്ക് കുട്ടിയെ തിരികെ എത്തിക്കുകയും അവിടെ നിന്ന് ഈ കുട്ടിയുടെ കൃത്യമായ പരിശോധന നടത്തി, അതായത് പ്രായപരിശോധന നടത്തി. മറ്റ് രേഖകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്രായപരിശോധന നടത്തി കുട്ടി പ്രായപൂർത്തിയായ കുട്ടിയാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. അങ്ങനെ CWC ഈ പ്രായ നിർണയത്തിന്റെ പരിശോധനയ്ക്ക് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ അയക്കുകയും അവിടെ പരിശോധന നടത്തിയ ശേഷമാണ് 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടിയാണെന്ന് കണ്ടെത്തിയത്. ഈ കുട്ടി പറഞ്ഞതായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നിരിക്കുന്നത്. അവിടെ കുട്ടി മാനസിക പ്രശ്നമുള്ള കുട്ടിയായിരുന്നു. അത് സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും ഒക്കെ വിശദമായ പരിശോധന നടത്തിയിരുന്നു. കൗൺസിലിംഗ് ഉൾപ്പെടെ നടത്തിയ ശേഷമാണ് 18 വയസ്സിന് മുകളിൽ ഉള്ളവരെ താമസിപ്പിക്കുന്ന മട്ടാഞ്ചേരിയിലുള്ള വിമലാ ഭവൻ പരിചരണ കേന്ദ്രത്തിലേക്ക് ഈ കുട്ടിയെ മാറ്റിയിരുന്നു. ഈ കുട്ടി പറഞ്ഞു എന്ന് പറഞ്ഞാണ് ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിശദ കാര്യങ്ങൾ, അല്ലെങ്കിൽ കുട്ടിയുടെ മൊഴിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് വിശദ വിവരങ്ങൾ പോലീസാണ് ഇനി അന്വേഷിക്കേണ്ടത് എന്ന് ശിശുക്ഷേമ സമിതി വ്യക്തമാക്കിയിട്ടുണ്ട്. കാര്യങ്ങൾ വ്യക്തമാക്കി അഡ്വക്കേറ്റ് KS അരുൺകുമാർ, എറണാകുളം ശിശുക്ഷേമ സമിതിയുടെ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS അരുൺകുമാറാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകിയിട്ടുള്ളത്. ശരി തിയോഫിൻ. എറണാകുളത്തെ ശിശുപരിചരണ കേന്ദ്രത്തിലെ പീഡന ആരോപണം വസ്തുതാവിരുദ്ധമെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എറണാകുളം ജില്ലാ ശിശുക്ഷേമ സമിതിയാണ് അതിന്റെ സ്ഥിരീകരണം പുറത്തുവിട്ടിരിക്കുന്നത്. കാക്കനാട് ശിശുപരിചരണ കേന്ദ്രത്തിൽ വനിതാ ജീവനക്കാർ മാത്രമാണുള്ളത്, പുരുഷ ജീവനക്കാർ ആരുമില്ല എന്നുള്ള സ്ഥിരീകരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തിയോഫിനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.